ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ രാത്രിയിലും ഈ കൂട്ടായ്മ മധ്യേയും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏതാനും ആഴ്ചകൾക്ക് ശേഷം നമുക്ക് കർത്തദാസൻ ബെൻ ബ്രദറിനോടൊപ്പം വീണ്ടും ഒരു കൂട്ടായ്മ ആചരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. നാം തുടർച്ചയായിട്ട് റോമാലേഖനത്തിൽ നിന്നാണ് പഠിച്ചു വരുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഉള്ളങ്ങളിൽ ദൈവം എന്നോട് ഇടപെട്ട ഒരു വേദഭാഗത്ത് നിന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ച നമ്മുടെ ലിനു ബ്രദറും കുടുംബവും നാട്ടിലോട്ട് യാത്രയാകുവാണല്ലോ. അതുകൊണ്ട് ഏകദേശം ഒരു 3-4 ആഴ്ചകൾ നമുക്ക് മീറ്റിങ്ങുകൾ കാണില്ല. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മൾ തുടരുമ്പോൾ റോമാലേഖന പഠനം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ ഒരാൾക്കൊന്ന് ഉറക്കെ വായിക്കാം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന് ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. ദൈവത്തിൻ്റെ വചനം തുടക്കം മുതൽ ഒടുക്കം വരെ അചഞ്ചലമായി പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്, രക്ഷ വിശ്വാസത്താലാണ്, പ്രവൃത്തിയാലല്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള കർത്താക്കൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് ഇടപെടുന്നതിൽ, അവരിലൂടെ നമ്മളോട് ഇടപെടുന്നത് രക്ഷ കൃപയാൽ വിശ്വാസത്താൽ, രക്ഷ പ്രവൃത്തിയാലല്ല. വേദപുസ്തകത്തിലെ 1-ാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യ അധ്യായങ്ങളിൽ നിന്ന് ഒരു ഉദാഹരണം എടുത്ത് അതങ്ങനെ തന്നെയോ എന്ന് നമുക്കൊന്ന് ചിന്തിക്കുവാനാണ് എന്ന് ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുന്നത്. അതിനായിട്ട് യൂദായുടെ ലേഖനം, ഒരധ്യായം മാത്രമുള്ള യൂദായുടെ ലേഖനം, അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. ഇവിടെ യൂദാ അപ്പസ്തോലൻ വിശ്വാസത്യാഗികളായവർക്ക്, ദൈവം വച്ചിരിക്കുന്ന പ്രമാണത്തോട് എതിർക്കുന്നവർക്ക്, അതിനോട് മറുതലിക്കുന്നവർക്ക് വരുന്ന അന്ത്യത്തെക്കുറിച്ച് പറയുക. അവർക്ക് അയ്യോ കഷ്ടം. ആർക്ക്? ദൈവം വച്ചിരിക്കുന്ന വഴിയെ അല്ലെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന പ്രമാണത്തിനെതിരെ പോകുന്നവരെ കുറിച്ച് പറയുക, അവർക്ക് അയ്യോ കഷ്ടം. എന്നിട്ട് 3 വ്യക്തികളെ ഉദാഹരണമായിട്ട് യൂദാ അപ്പസ്തോലൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ആരൊക്കെയാ? കയീൻ, ബിലയാം, കോരഹ്. ഈ 3 പേരുടെ വ്യക്തികളുടെ ജീവിതം എടുത്തിട്ട് പറയുക, അയ്യോ ഇവർക്ക് കഷ്ടം. ഇവരെ പോലെ പോകുന്ന ദൈവത്തിൻ്റെ പ്രിയരെ, നമുക്കും ഇവരെ പോലെ ആണെങ്കിൽ നമുക്കും അയ്യോ കഷ്ടമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് 1-ാമത്തെ ആളെ മാത്രം നമുക്കൊന്ന് ചിന്തിക്കാം. കയീൻ. കയീനെ കുറിച്ച് മാത്രം. കയീൻ ഉൽപ്പത്തി പുസ്തകം 3-4 അധ്യായങ്ങൾക്കുള്ളിൽ വരുന്ന ഒരു വ്യക്തിയാണ് കയീൻ. കയീനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മൾ ലേഖനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, കയീൻ rebelled against God's way of salvation. കയീൻ ദൈവം നമുക്ക് തുറന്നു തന്ന രക്ഷയ്ക്കായിട്ടുള്ള വഴിക്കെതിരെയാണ് മത്സരിച്ചത്. ഹല്ലേലൂയ. രക്ഷ കൃപയാലാണെന്ന് നമ്മൾ വചനപുസ്തകം 66 പുസ്തകം നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും, രക്ഷ കൃപയാല, വിശ്വാസത്താല, പ്രവൃത്തിയാലല്ല രക്ഷ.
അങ്ങനെയാണെന്ന് ഏതെങ്കിലും വാക്യങ്ങൾ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാമെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം. രക്ഷ വിശ്വാസത്താല, കൃപയാല, പ്രവൃത്തിയാലല്ല. അത് പഴയ നിയമപുസ്തകവും പുതിയ നിയമപുസ്തകവും അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തിയിലെ ആദ്യ അധ്യായങ്ങളിൽ തന്നെ കാണുന്ന കൈൻ എന്ന് പറയുന്ന വ്യക്തി. കൈനെ കുറിച്ച് പറയുന്നത് ഹി റിബൽഡ് അഗൈൻസ്റ്റ് ഗോഡ്സ് വേ ഓഫ് സാൽവേഷൻ. ദൈവം തുറന്ന വഴിക്ക് എതിരെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. എങ്ങനെ രക്ഷ പ്രാപിക്കാം, അല്ലെങ്കിൽ രക്ഷ പ്രാപിക്കുന്നതിന് കൈൻ തൻ്റെതായ ഒരു വഴി കണ്ടുപിടിച്ചു. ദൈവം വച്ചിരിക്കുന്ന വഴി വേണ്ട, ദൈവം വച്ചിരിക്കുന്ന വഴിയെ വരേണ്ടതിന് പകരം തനിക്ക് ബോധിച്ച ഒരു വഴി കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. അതെങ്ങനെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. എൻ്റെ പ്രിയരെ, ദൈവം വരച്ച ഒരു വഴിയുണ്ട്. നഷ്ടപ്പെട്ടു പോയ മനുഷ്യന് തിരിച്ച് തന്നിലേക്ക് വരുവാനായിട്ട് ദൈവം വരച്ച ഒരു വഴിയുണ്ട്. ഈ വഴിയെ മാറ്റി വരയ്ക്കുന്നതിനെയാണ് ദുരുപദേശം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ദൈവം വരച്ച വഴിയെ തന്നെ പോകണം. കയൻ ഇവിടെ സ്വന്തമായിട്ടൊരു വഴി ദൈവത്തിൽ എത്താനായിട്ട് വരയ്ക്കാൻ ശ്രമിച്ചു. അവനെക്കുറിച്ച് പറയും, അവൻ അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ഇന്ന് നാം കാണുന്ന ഈ ദുരുപദേഷ്ടാക്കന്മാരും കൾട്ട് ഗ്രൂപ്പുകളും ഇവരൊക്കെ ഇതാ ചെയ്യുന്നത്. എനിക്ക് ആത്മാവിൽ ഇങ്ങനെ ഒരു വെളിപ്പാട് കിട്ടി, ഇങ്ങനെയും ആകാം, എനിക്ക് ഇങ്ങനെയും ആയിക്കൂടെ, എന്തുകൊണ്ട് ഇങ്ങനെയും ആയിക്കൂടെ, ആത്മാവ് എന്നോട് വെളിപ്പെട്ടു. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഇങ്ങനെയൊക്കെ പറയുകയും ഈ വചനത്തിൽ വെച്ചിരിക്കുന്ന പ്രമാണത്തിൽ നിന്ന് അല്പമെങ്കിലും മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുന്നത് എന്നോട് ആത്മാവ് സംസാരിച്ചു എന്ന് പറയുന്നവരെയൊക്കെ നമ്മൾ ചിന്തിച്ചോണം, ഇത് ഏത് ആത്മാവിൽ നിന്നാണ് പറയുന്നത്. കാരണം നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകം നോക്കിയാൽ നെഹമ്യാവ് മതിൽ പണി നടക്കുകയാണ്. എതിർപ്പ് വന്നപ്പോൾ നെഹമ്യാവ് പണിക്കാരോട് പറയുക, എങ്ങനെയാ പണിയേണ്ടതെന്ന്. നിങ്ങൾ ഒരു കയ്യിൽ വാളും മറ്റു കയ്യിൽ മറുകൈയിൽ പണിയായുധവും പിടിച്ചുകൊണ്ട്, അങ്ങനെയാണ് അവർ പണിതത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മുടെ വിശ്വാസ ജീവിതവും ഒരു പണിയാണ്. ഈ പണിയിലും, ഈ വിശ്വാസ ജീവിത പണിയിലും, ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഈ പണിയിലും നാം വചനമെന്ന വാള് വിട്ട് പണിയാൻ പാടില്ല. വചനമെന്ന വാൾ എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അവരെങ്ങനെയാ പണിതത്? വചനം പണിയായുധം. നമ്മുടെ ക്രിസ്തീയ ജീവിതവും അങ്ങനെ തന്നെയായിരിക്കണം. ഹല്ലേലൂയ. ഏത് ആത്മാവ് വെളിപ്പെട്ടു എന്ന് പറഞ്ഞാലും വചനത്തിൽ നിന്ന് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാൻ പാടില്ല. വചനമായിരിക്കണം നമ്മുടെ മെഷറിംഗ് തോത്. നമ്മൾ അളക്കേണ്ടുന്ന തോത് വചന പുസ്തകം. ആരെന്ത് പറഞ്ഞാലും, ഞാൻ പറഞ്ഞാലും മറ്റേത് വ്യക്തി പറഞ്ഞാലും, വചനത്തിൽ, ബറോബയിലെ സഭയെ പോലെ വചനത്തിൽ അങ്ങനെ തന്നെയോ എന്ന് നാം നോക്കി തിട്ടപ്പെടുത്തണം. ഹല്ലേലൂയ. ഈ വാള് പിടിച്ചുകൊണ്ട് വേണം നമ്മൾ പണിയുവാനായിട്ട്. എപ്പോഴും നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ആയിരിക്കണം എൻ്റെ പ്രിയരെ. വചനത്തെ മാറ്റി നിർത്തി നമ്മൾ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഇങ്ങനെ സ്വന്തം വഴി കണ്ടുപിടിച്ച ഒരു വ്യക്തിക്ക് നല്ല ഉദാഹരണമാണ് കയീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-4 അധ്യായങ്ങളിൽ 2 വ്യക്തികൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത് നമ്മൾ കാണുന്നല്ലേ. 2 വ്യക്തികൾ, കെയിൻ ആൻഡ് ഹാബേൽ, they go to worship God. ഒരപ്പൻ്റെ 2 മക്കൾ. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ we understand nothing, നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ഒരപ്പൻ്റെ 2 മക്കൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നു. പക്ഷേ 1 യോഹന്നാൻ 3-ാം അധ്യായം 11-12 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ യോഹന്നാൻ വിവരിക്കുക കയീനെ കുറിച്ചും ഹാബേലിനെ കുറിച്ചും. 1 യോഹന്നാൻ 3-ാം അധ്യായം 11-12 വാക്യങ്ങളൊന്ന് വായിക്കാം.
യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, കയീൻ ഒരപ്പന്റെ മകൻ, ഒരപ്പന്റെ 2 മക്കൾ. പക്ഷേ one was influenced by Satan. ഒരുവൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ, മറ്റേവൻ ദൈവത്തിൽ നിന്നുള്ളവൻ, നീതിമാനായവൻ. One was influenced by evil, the other was influenced by God, the Holy Spirit. Hallelujah. രണ്ടുപേര് ദൈവത്തെ ആരാധിക്കാനായിട്ട് പോകുന്നു. പക്ഷെ അപ്പോസ്തലനായ യോഹന്നാൻ പറയുക, യൂദാ അപ്പോസ്തലനും പറയുക, ഒരുവൻ ദുഷ്ടനാൽ പ്രേരിപ്പിക്കപ്പെട്ടവൻ, മറ്റവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രേരിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്നില്ല, പക്ഷെ യോഹന്നാൻ അപ്പോസ്തലൻ ഇത് വെളിപ്പെടുത്തുമ്പോഴാണ് എന്താണെന്ന് മനസ്സിലാവുന്നത്. നമുക്ക് ആ കഥകളൊക്കെ അറിയാം അല്ലേ? 4-ാം അധ്യായത്തിൽ നമുക്ക് ആ ഭാഗം കാണുന്നു. എങ്കിലും നമുക്കതൊന്ന് ചിന്തിക്കണമല്ലോ. ഇതെങ്ങനെയാ ദൈവം വെച്ച വഴിക്കെതിരെ കയീൻ മത്സരിച്ചതെന്ന് നമുക്ക് ചിന്തിക്കണമല്ലോ. ദൈവം വെച്ച വഴിക്കെതിരെ കയീൻ എങ്ങനെയാണ് മത്സരിച്ചത്? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവനെ ഉടുപ്പിച്ചു. എന്താ കാരണം എന്നൊക്കെ നമുക്കറിയാം അല്ലേ? ഏദനിൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് പാപം ചെയ്ത ആദാമും അവൻ്റെ ഭാര്യയായ ഹവ്വായും തേജസ് നഷ്ടപ്പെട്ട് തങ്ങൾ നഗ്നരാണെന്ന് അവർക്ക് ബോധ്യം വന്നു. അവർ നഗ്നരാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ അവർ അവരുടേതായ നഗ്നത മറയ്ക്കാൻ അവരുടേതായ ഒരു കവറിങ് അവർ കണ്ടുപിടിക്കുക. എന്താ ആദ്യം കണ്ടുപിടിച്ചത് നമുക്കറിയാം. അവർ അത്തിയില തുന്നിക്കെട്ടി അവർ നഗ്നത മറയ്ക്കാൻ. പക്ഷെ അത് സ്റ്റാൻഡ് ചെയ്തില്ല, അത് നിലനിന്നില്ല. അവർ ഉണ്ടാക്കിയ കവറിങ് അത് നിലനിന്നില്ല. അപ്പോൾ ദൈവം അവർക്കൊരു കവറിങ് ഉണ്ടാക്കി കൊടുക്കുക. ദൈവം ഉണ്ടാക്കി കൊടുത്ത കവറിങ് എങ്ങനെയാ? ദൈവം ഒന്നാമത് ചെയ്തത്, ഇനി ദൈവം സൃഷ്ടിച്ച, ദൈവം ഉണ്ടാക്കിയ ഈ ആദാമും ഹവ്വായും ഇനിയും അല്പകാലം കൂടെ ജീവിച്ചിരിക്കണം, അല്ല അവർക്കിനി രക്ഷ പ്രാപിക്കണം, അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ട് ഒരു മൃഗം മരിച്ചേ മതിയാവൂ. കാരണം പാപം ചെയ്ത ദേഹി മരിക്കണം എന്നാണ് നിയമം. എന്താണ് അവർ പാപം ചെയ്തത്? എന്താണ് അവർ ചെയ്ത പാപം? ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ഇതായിരുന്നു നിയമം. ശരിക്കും ഇവർ മരിക്കേണ്ടതാണ്. പക്ഷേ ഇവർ മരിക്കാതെ അല്പം കാളുകൂടെ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവം ഒരാനിമലിനെ കൊന്നിട്ട് അതിൻ്റെ തോൽ കൊണ്ട് അവരുടെ നഗ്നത മറയ്ക്കുകയാണ്. ആ മൃഗം മരിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇവർ നഗ്നത മറച്ച് ജീവിക്കുന്നത്. എൻ്റെ പ്രിയരെ, the way of forgiveness is through the shedding of blood. രക്തം ചൊരിഞ്ഞാണ് പാപത്തിന് പരിഹാരം. ഇതാണ് ദൈവത്തിൻ്റെ വഴി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? രക്തം ചൊരിഞ്ഞാണ് പാപത്തിന് പരിഹാരമുണ്ടാകേണ്ടത്. ഹല്ലേലൂയ. പാപക്ഷമ എന്നത് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ അല്ല, അല്ലേ? അങ്ങനെയല്ല. നമ്മുടെ പുത്രനായ യേശുവിൻ്റെ രക്തമാണ് സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ യോഗ്യമായി തീർന്നത്. ഹല്ലേലൂയ. നോ അതർ വേ. ഇത് ഉൽപ്പത്തി പുസ്തകം 3-4 അധ്യായങ്ങളിൽ ആദി മാതാപിതാക്കന്മാരായ ഹവ്വായ്ക്കും ഹാബേലിനും ദൈവം കാണിച്ചു കൊടുത്ത വഴിയാ. രക്തം ചൊരിഞ്ഞാണ് പാപത്തിന് പരിഹാരം. ഹല്ലേലൂയ. ഇതാര് കണ്ടു? ഇത് ആദം കണ്ടു, ഹവ്വായും കണ്ടു. ശേഷം വരുന്ന തലമുറ ആരാ? കായീനും ഹാബേലും. ശേഷം വരുന്ന തലമുറയ്ക്ക് അവർക്കിത് വിശ്വസിച്ച് വേണമെങ്കിൽ ഏറ്റെടുക്കാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം.
ഒന്നുകിൽ അവർക്കത് വിശ്വസിച്ച് ഏറ്റെടുക്കാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ആദാമും ഹവ്വായും പറഞ്ഞു കൊടുത്തു കാണും മക്കൾക്ക്, പറഞ്ഞ് പഠിപ്പിച്ചു, മക്കളെ ഞങ്ങൾ രക്ഷപ്പെട്ടത് ഇങ്ങനെയാണ്, നിങ്ങൾക്കും ദൈവം വച്ചിരിക്കുന്ന വഴി ഇതാ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടോണേ, ഇതാ ദൈവം വെച്ചിരിക്കുന്ന വഴി. ഇതിനോടുള്ള രണ്ടുപേരുടെയും പ്രതികരണം എങ്ങനെയാ? ഒരുവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി അവൻ പറയുക, നോ, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ എന്താ, എന്തുകൊണ്ട് അങ്ങനെ തന്നെ ആവണം? ഒരുവൻ വിശ്വസിച്ചു, ഏറ്റെടുത്തു, ദൈവം കാണിച്ചു തന്ന വഴി ഇങ്ങനെയാണ്. മറ്റവന്റെ പ്രതികരണം എങ്ങനെയാ? ഹല്ലേലൂയ. ബിക്കോസ് യോഹന്നാൻ പറയാ, he was influenced by evil. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ആവണമെന്നില്ലല്ലോ, ഇങ്ങനെയും ആവാം. കാരണം കയൻ പറയുക, എന്റെ ജോലി കൃഷിയാ, ഞാനൊരു കൃഷിക്കാരനാ, എന്റെ ജോലി കൃഷിയാ, പച്ചക്കറി മതി. ഇതിൽ നിന്ന് യാഗം ചെയ്താൽ എന്താ? ദൈവം സ്വീകരിക്കുകയില്ലേ? എന്തുകൊണ്ട് ദൈവം സ്വീകരിക്കുകയില്ല? വായ് നമ്മൾ കേൾക്കുന്ന ഒരു ചോദ്യമാല്ലേ ആരോടെങ്കിലും സുവിശേഷം പറയുമ്പോൾ, വായ്, എന്തുകൊണ്ടാ ബ്രദറെ അങ്ങനെ മാത്രം, എന്തുകൊണ്ട് ഇങ്ങനെയില്ല? ഹല്ലേലൂയ. എന്തുകൊണ്ട് നിന്നെ രക്ഷിച്ചു അല്ലെങ്കിൽ എന്നെ രക്ഷിച്ചു, എന്തുകൊണ്ട് അവനെ രക്ഷിച്ചില്ല? അനാദിയിലെ നിന്റെ നാമം ദൈവം മുന്നറിഞ്ഞു, നിന്നെ മുൻ നിർണയിച്ചു, എന്തുകൊണ്ട് എന്നെ മുൻ നിർണയിച്ചു, എന്തുകൊണ്ട് അവനെ മുൻ നിർണയിച്ചില്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയരെ, രക്ഷ കൃപയാലാ രക്ഷ. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. ഇങ്ങനെ വേണം എന്നെ ആരാധിക്കുവാൻ, ഇങ്ങനെ വേണം നിങ്ങൾ എൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ വേണ്ടതെന്ന് ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരിക എന്നൊരു നിവൃത്തിയോ കൊള്ളൂ, അതിനപ്പുറത്തോട്ട് വേറൊന്നില്ല. അതാ മനസ്സിലാക്കേണ്ടത്. ദൈവം വെച്ചിരിക്കുന്നവർ നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ അടുക്കിലേക്ക് വരേണ്ടത്, ഇതാണ് അതിനുള്ള ക്രമം, ഇതാണ് അതിനുള്ള പരിഹാരം. അങ്ങനെയെങ്കിൽ അങ്ങനെയാ വരേണ്ടത്, അതല്ലാതെ വേറൊരു വഴിയില്ല. ഹല്ലേലൂയ. ഇതിനെയാ പ്രിയരെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇതാണ് ഫെയ്ത്ത്, ഇതാണ് വിശ്വാസം. അബ്രഹാമിനോട് പറഞ്ഞു ദൈവം, നിന്നെ ഞാൻ ആ ജാതികൾക്ക് പിതാവാക്കും, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് എന്നെ കൊണ്ടു. ആമേൻ. അങ്ങനെ തന്നെ ആവട്ടെ. വൈ ഹൗ എന്നൊന്നും ചോദിച്ചില്ല, അങ്ങനെ തന്നെ ആവട്ടെ. എൻ്റെ പ്രിയരെ, ഈ ഹാബേലിലേക്ക് നോക്കിയാലുണ്ടല്ലോ, ഹാബേലിൻ്റെ വഴിയെന്ന് പറയുന്നത് അതൊരു വിശ്വാസത്തിൻ്റെ വഴിയാണ്. ദൈവം എങ്ങനെയാണ് വച്ചിരിക്കുന്നത്? ദൈവം എന്താ പറഞ്ഞത്? തന്നോട് തൻ്റെ മാതാപിതാക്കൾ എപ്രകാരമാണ് ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ ആരാധനയ്ക്ക് വരുമ്പോൾ എങ്ങനെയാണ് വരേണ്ടത്, അല്ലെങ്കിൽ ഏത് യാഗമാണ് എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്ന വഴി. അതങ്ങനെ തന്നെ വരണം. അത് ഹാബേൽ വിശ്വസിച്ച് ഏറ്റെടുത്തു, അതങ്ങനെ തന്നെ ചെയ്തു. ഹല്ലേലൂയ. പക്ഷേ കയൻ പ്രവൃത്തിയുടെ വഴിക്കാണ് പോയത്, അങ്ങനെയല്ലേ? ഹാബേൽ വിശ്വാസത്തിൻ്റെ വഴിക്ക് പോയപ്പോൾ കയൻ പ്രവൃത്തിയുടെ വഴിക്ക് പോയി. പ്രവൃത്തിയാലല്ല എൻ്റെ പ്രിയരെ രക്ഷ. നമുക്കതൊന്ന് അല്പോടെ ചിന്തിക്കാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വായിച്ച് നമ്മൾ ആ ഭാഗം എഫേസ്യ ലേഖനം ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ, എഫേസ്യ ലേഖനം 2:8-9 വാക്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചാൽ, ഹല്ലേലൂയ, ഒന്ന് നിർത്തി ഒന്ന് വായിക്കേ. 2-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവർത്തികളും കാരണമല്ല. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നിയമപരമായി ആദാമിനും ഹവ്വായ്ക്കും ജീവിച്ചിരിക്കാനായിട്ട് അർഹതയില്ല. അവര് ജീവിച്ചിരിക്കുന്നത് കൃപയാലാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപയാ അവർ ജീവിച്ചിരിക്കാനായിട്ട് കാരണം. ഹല്ലേലൂയ. അതവിടെ പറഞ്ഞിരിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആദ്യം നടക്കുന്നത് കൃപയാ.
രണ്ടാമത് വിശ്വാസം. കൃപയാലാ ആദാമും ഹവ്വായും ജീവിച്ചിരിക്കുന്നത്. ഇനി അത് വിശ്വാസത്താൽ ഏറ്റെടുത്തോണം. ഇനി അത് വിശ്വാസത്താൽ ഏറ്റെടുക്കണം. കൃപയാൽ കർത്താവ് ചെയ്തതിനെ വിശ്വാസത്താൽ ഏറ്റെടുത്തോണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കൃപയാൽ കർത്താവ് ചെയ്തതിനെ വിശ്വാസത്താൽ നാം ഏറ്റെടുത്തോണം. ഇങ്ങനെയാ രക്ഷ. ഹല്ലേലൂയ. കൃപയാൽ കർത്താവ് ചെയ്തതിനെ റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കരുത്. കർത്താവ് ചെയ്തതിനെ വിശ്വാസത്താൽ നമ്മൾ ഏറ്റെടുക്കുക. എൻ്റെ പ്രിയരെ, നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് ഇത് നമ്മുടെ ഉള്ളങ്ങളിൽ ഒന്ന് പ്രകാശിപ്പിച്ചു തരേണ്ടതിനായിട്ട്. ഈ വചനങ്ങളിൽ എഴുതിയിരിക്കുന്ന ആ ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ എൻ്റെ വാക്കുകളിൽ അധികമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വചനം എഴുന്നേറ്റ് നിന്ന് ചൂണ്ടിക്കാട്ടുന്നത് പോലെ നമുക്കൊന്ന് പ്രകാശിപ്പിച്ചു തരേണ്ടതിന് പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ. കൃപയാൽ ദൈവം ചെയ്തതിനെ വിശ്വാസത്താൽ നാം ഏറ്റെടുത്തോണം പ്രിയരെ. ഹല്ലേലൂയ. ഈ ആശയത്തെ കായീൻ തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. കായീൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. എന്താ അങ്ങനെയൊന്നുമല്ല? എന്തിനെയാ അങ്ങനെ അല്ലെന്ന് പറഞ്ഞത്? ദൈവം കൊടുത്ത ദൈവിക വെളിപ്പാട്, ഡിവൈൻ റെവലേഷനെ, ദൈവം വെച്ച വഴിയെ, ദൈവം തന്ന ആ വെളിപ്പാടിനെ കായീൻ പറയും അങ്ങനെയല്ല. ഹല്ലേലൂയ. എന്താ കാരണം? എന്താ? യോഹന്നാൻ 3, അവൻ കായീൻ ദുഷ്ടനിൽ നിന്ന് ഉള്ളവനായി. കായീൻ ദുഷ്ടൻ. ദൈവമേ, എൻ്റെ പ്രിയരെ, നാം മനസ്സിലായിക്കോണേ, ദൈവം വച്ചിരിക്കുന്ന, എൻ്റെ പ്രിയരെ, ഞാൻ ഈ വചന പുസ്തകത്തിൽ നിന്നല്ലാതെ വേറെ ഒന്നും എൻ്റെ കയ്യിൽ നിന്നിട്ട് പറയുന്നില്ല. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. ദൈവം വച്ചിരിക്കുന്ന വഴി മാറി നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ, വചനം പഠിപ്പിക്കുന്നത് കയീനെ കുറിച്ച് പറയുന്നു, അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി. ദുഷ്ടൻ അവൻ്റെ ഹൃദയത്തെ ഇൻഫ്ലുവൻസ് ചെയ്തു. കാരണം ദുഷ്ടൻ എപ്പോഴും ദൈവത്തോട് മത്സരിക്കുവാനായിട്ടാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അല്ലേ? ലൂസിഫർ എന്തായത്? ലൂസിഫർ ഞങ്ങൾ അരുണോദയ പുത്രനായ ശുക്ര, ഞങ്ങൾ അവൻ്റെ മേൽ യെശയ്യാവിൻ്റെ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അവൻ്റെ മേൽ കയറും. അപ്പോൾ അതിനെതിരെയാണ് മിഖായേൽ പറയുന്നത്, ദൈവത്തെ പോലെ ആരെ? ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളൊരു ഒരു യുദ്ധമൊക്കെ കാണുന്നുണ്ട്. സാത്താനും, പഴയ സർപ്പമായ സാത്താനും മിഖായേലും തമ്മിൽ പടവെട്ടുന്നു. മിഖായേൽ പറയുക, ദൈവത്തെ പോലെ ആരെന്ന് ചോദിച്ചാ പടവെട്ടുന്നത്. പഴയ സർപ്പമായ സാത്താൻ ഞങ്ങൾ ദൈവത്തിന് മുകളിൽ കയറുമെന്ന് പറഞ്ഞാൽ പടവെട്ടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ദൈവത്തോട് മത്സരിപ്പാനായി എപ്പോഴും ദുഷ്ടൻ നമ്മുടെ ഉള്ളങ്ങളിൽ ദൈവം വച്ചിരിക്കുന്ന വഴിയെ നേരെ എതിര് പ്രവർത്തിക്കുക. അത് നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിലായാലും വിശ്വാസത്തോടുള്ള ബന്ധത്തിലായാലും ജീവിതത്തിലുള്ള നമ്മുടെ കുടുംബജീവിതത്തിലായാലും സഭാജീവിതത്തിലായാലും ആത്മീയ ജീവിതത്തിലായാലും ഏത് തരത്തിലും ദൈവം വെച്ചിരിക്കുന്ന വഴിയെ മത്സരിച്ച് അതിനെതിരെ മറ്റൊരു വഴിയെ കൂടെ സഞ്ചരിക്കാനും മറ്റൊരു വഴി ഉണ്ടാക്കി സഞ്ചരിക്കാനും ആ ദുഷ്ടൻ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ഹി ഡിഡ് ദാറ്റ്, ഹി ഫെയിൽഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നാളെ നിങ്ങളോട് പറഞ്ഞതുപോലെ പിശാചിനറിയാം ഇത് ജയിച്ച് മുൻപോട്ടങ്ങ് എന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത്. അത് ലഭിക്കാതിരിക്കാനാണ് പിശാചെന്ന് ഏത് എനിക്കോ കിട്ടിയില്ല ആർക്കും കിട്ടരുത്. ഹല്ലേലൂയ. അവനറിയാം അവനെന്താ സംഭവിക്കാൻ പോകുന്നുള്ളതെന്ന്. ആർക്കും അതുകൊണ്ട് കിട്ടരുത്. ഹല്ലേലൂയ. ഈ കായീൻ്റെ സ്വഭാവം തന്നെയാണ്. നമ്മൾ പലരോടും സുവിശേഷം പറയുമ്പോൾ, എൻ്റെ ബ്രദറെ ഒരു വഴിയേ ഉള്ളോ, എന്താ ഇങ്ങനെ പോകാൻ? ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നൊരു വ്യക്തിയാണ് ഒരു കാലത്ത്. എൻ്റെ ചിന്തകളിൽ പല വഴികളുണ്ട് ദൈവത്തിങ്കിലേക്ക് എത്താമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതിനൊരു ആശയമൊക്കെ കണ്ടുപിടിച്ച് ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഞാനും. ചില എൻ്റെ ബ്രദറെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടുള്ള ഇങ്ങനെയുള്ള നിഷ്കളങ്കനായ ഇവൻ പോയില്ലേ പിന്നെ ആരാ സ്വർഗത്തിൽ പോകുന്നത്? ഇങ്ങനെയല്ലേ കേട്ടിട്ടുള്ളത്? ഞാനൊരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല, ഞാൻ പോയില്ലേ പിന്നെ ആരാ? ഞാൻ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ, ഞാൻ സ്വർഗത്തിൽ പോയില്ലേ പിന്നെ ആരാ? വചനം പറയുന്നു അങ്ങനെയല്ല. എനിക്ക് കഴിഞ്ഞ ദിവസം യുദാലേഖനം ഞങ്ങളുടെ ചർച്ചിൽ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു, നമ്മൾ ഈ
ഇതര വിശ്വാസത്തിലുള്ള വ്യക്തികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ, കാരണം മതങ്ങളൊക്കെ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നന്നായിട്ട് ജീവിക്കണം, നന്നായിട്ട് ജീവിതം നടത്തണം, എല്ലാവരെയും സ്നേഹിക്കണം, കുറ്റം പറയരുത്, കള്ളത്തരം അസൂയ ഒന്നും കാണിക്കരുത്. അവർ ഞങ്ങളും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് എന്ത് പറയണം? നമുക്ക് പക്ഷേ അവർക്കില്ലാത്തതും നമുക്കുള്ളതുമായ ഒന്നെന്നാണെന്നറിയോ? രക്തത്താലുള്ള പാപപരിഹാരം. ഹല്ലേലൂയ. രക്തത്താലുള്ള പാപപരിഹാരം, ആ കർത്താവിങ്കിലേക്ക് വരാനുള്ള വഴി എൻ്റെ പ്രിയരെ, അതിൽ വിശ്വസിച്ച് ഏറ്റെടുത്തത് കൊണ്ടാണ് നമുക്ക് ഉറപ്പോടെ നമ്മൾ ചെയ്യുന്നതെല്ലാം കംപ്ലീറ്റ് ആകുന്നത്. കാൽവരിയിൽ നമുക്ക് വേണ്ടി കർത്താവ് ചൊരിഞ്ഞ രക്തത്തിൽ നമ്മൾ ഏറ്റെടുത്ത് വിശ്വാസത്തോടെ കർത്താവിൻ്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവർക്ക് അതില്ല. വാട്ട് ഈസ് മിസ്സിങ് ഇൻ ദം? കാരണം ദൈവം വെച്ചിരിക്കുന്ന വഴി, പാപത്തിൻ്റെ പരിഹാരം രക്തം ചൊരിഞ്ഞിട്ടാണ്. ഹല്ലേലൂയ. മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ കായീൻ പറയുക, ദൈവത്തിൻ്റെ റെവലേഷൻ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്വന്തം പ്രയത്നം, എൻ്റെ പ്രയത്ന ഫലവുമായിട്ട് ഞാൻ വരും. അതാ ഞാൻ പറഞ്ഞത്, കായീൻ്റെ ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സൽപ്രവർത്തികളാലുള്ള രക്ഷ, സ്വയപ്രവർത്തികളാലുള്ള രക്ഷ. God simply rejected that. God simply rejected that. കായിനെയും അവൻ്റെ യാഗത്തെയും ദൈവം യഹോവ പ്രസാദിച്ചില്ല. കാരണം എന്താ ബ്രദറെ? ദൈവം കായിനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിക്കാതെ എന്ത്? അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 21-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 21-ാം വാക്യം. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട്. എൻ്റെ പ്രിയരെ, യു നീഡ് നത്തിങ് ബട്ട് സിമ്പിൾ ഫെയ്ത്ത്. കൈനോട് പറയുക, നിന്റെ ഹൃദയത്തിൽ യു ഡോണ്ട് ഹാവ് സിമ്പിൾ ഫെയ്ത്ത് ഇൻ യുവർ ഹാർട്ട്. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, നമുക്കും ഇന്ന് ആവശ്യം കേട്ടോ, സിമ്പിൾ ഫെയ്ത്ത്. വൈ ഹൗ ഈ ക്വസ്റ്റ്യനൊക്കെ, ഈ ചോദ്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നതിനെ സിമ്പിളായിട്ട്, വളരെ നിഷ്കളങ്കമായിട്ട് വിശ്വസിച്ചെടുക്കുക. See, Cain didn't have. ഹല്ലേലൂയ. ലളിതമായ ദൈവത്തിനുള്ള വിശ്വാസം കായിന്റെ ജീവിതത്തിലില്ലായിരുന്നു. എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? എളിമയില്ലായിരുന്നു. പക്ഷെ ഹാബേലിന്റെ ഹൃദയത്തിൽ ഈ സിമ്പിൾ ഫെയ്ത്ത് ആയിരുന്നു. ഈ സിമ്പിൾ ഫെയ്ത്ത്. അതെങ്ങനെയാണ് ബ്രദറെ മനസ്സിലാകുന്നത്? എബ്രായ ലേഖനം എടുത്ത് വായിച്ചു നോക്കുക. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ അങ്ങനെയല്ല വായിക്കുന്നത്. ഹാബേലിന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു എന്നുള്ളത് എന്താണെന്നുള്ള പറയുന്നുണ്ടല്ലോ. എബ്രായ ലേഖനം 11-ാം അധ്യായം 4-ാം വാക്യം. So simple. വിശ്വാസത്താൽ ഹാബേൽ കായീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അവിടെ എല്ലാ 11-ാം അധ്യായം മുതൽ ഒരു 10-55 പേരുടെ പേരിങ്ങനെ കൊടുത്തിട്ട് വിശ്വാസത്താൽ വിശ്വാസികൾ. അപ്പൊ നമുക്ക് എന്ത് വിശ്വാസത്താൽ എൻ്റെ പ്രിയരെ? എന്താ ഹാബേൽ വിശ്വസിച്ചത്? ദൈവം വെച്ച രക്ഷയ്ക്കായി ദൈവം തുറന്ന വഴിയിൽ ഹാബേൽ വിശ്വസിച്ചു. സിംപിളി ബിലീവ്ഡ്. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം വെച്ച വഴി ഇതാ. സിംപ്ലി ബിലീവ്ഡ്. വിശ്വാസത്താൽ ഹാബേൽ കായീനേക്കാളും ഉത്തമമായ യാഗം കഴിച്ചു. കായീനിൽ ഇല്ലാതിരുന്നതും ഹാബേലിൽ ഉണ്ടായിരുന്നതുമായ ഒരു കാര്യം സിമ്പിൾ ഫെയ്ത്ത്, വിശ്വാസത്താൽ. ഹാബേൽ വിശ്വസിച്ചു. ദൈവം രക്ഷയ്ക്കായി തുറന്ന ഒരു വഴിയല്ലാതെ വേറൊരു വഴിയില്ല. ഹല്ലേലൂയ. ഇതാ ഹാബേലിനുണ്ടായിരുന്ന വിശ്വാസം.
Habel was influenced by the Holy Spirit. Hallelujah. And Habel, ആ വാക്യം ഒന്ന് പൂർണ്ണമായിട്ട് വായിച്ചേ. ഹാബേൽ, 4-ാം വാക്യം. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. എൻ്റെ പ്രിയരെ, വചനം കൃത്യമായി പഠിപ്പിക്കുക. വിശ്വാസത്താല ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത്. ഹാബേൽ വിശ്വസിച്ചു, അതിനാൽ അവനെ നീതിമാൻ എന്ന് ദൈവം സാക്ഷ്യം ചെയ്തു. നമ്മളിലും ഉണ്ടാകേണ്ടത്. ഹല്ലേലൂയ. കയീൻ തൻ്റെ പ്രവൃത്തികളുമായിട്ട് വന്നു, തൻ്റെ സ്വയതുമായിട്ട് വന്നു, പക്ഷേ ദൈവം പ്രസാദിച്ചില്ല എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ. നമുക്കിന്ന് ഒരുപാട് വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ ഈ കയീൻ്റെ വഴിയെ പോകുന്നവരെ പോയി കാണാൻ പറ്റും. കയീൻ്റെ രീതിക്ക് പോകുന്നവരെ കാണാൻ പറ്റും. എന്താ കയീൻ്റെ വഴി? ദൈവം വെച്ച പ്രമാണത്തിനെ നിരസിച്ച് എതിരെ നടക്കുക. ഹല്ലേലൂയ. എന്താ വിശ്വാസത്തിൻ്റെ വഴി? രക്ഷയ്ക്കായി ദൈവം വച്ചിരിക്കുന്ന വഴിയിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഇതാരുടെ പ്ലാനാ? മറന്നു പോകരുത്. കയീൻ ദുഷ്ടനാൽ ഇൻഫ്ലുവൻസ്ഡ് ആയി. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, ഈ കയീൻ്റെ വഴി എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ വഴിയാണ്. മതത്തിൻ്റെ വഴി. ക്രിസ്തു ഒരു മതമല്ല. ക്രിസ്തു എന്താണ്? ഒരു മാർഗമാണ്. എന്തിലേക്കുള്ള മാർഗം? ദൈവത്തിങ്കിലേക്ക്, നിത്യതയിലേക്കുള്ള മാർഗമാണ് ക്രിസ്തു. ഹല്ലേലൂയ. മതം എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ഏത് മതങ്ങൾ എടുത്ത് നോക്കിക്കൂ, എല്ലാ മതങ്ങളും എന്താ പഠിപ്പിക്കുന്നത്? പ്രവർത്തികളാൽ ജയിച്ചു കയറാമെന്നല്ലേ പഠിപ്പിക്കുന്നത്. അങ്ങനെയാ പഠിപ്പിക്കുന്നത്. സൽപ്രവർത്തി കൊണ്ടും എൻ്റെ കഴിവ് കൊണ്ടും ഞാൻ ജനിച്ച മതം കൊണ്ടും ഞാൻ പോകുന്ന രീതി കൊണ്ടും ഞാൻ എൻ്റെ സ്വഭാവം നന്നായിട്ട് വെച്ചാൽ എനിക്ക് രക്ഷ പ്രാപിക്കാം. ഇതാ മതങ്ങൾ പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസങ്ങളിലുള്ള മതങ്ങളും ഇതര മതങ്ങൾ എല്ലാം പഠിപ്പിക്കുന്നത് ഇതാ. മനുഷ്യനെ നന്നാക്കാനാ. നന്നായി ജീവിച്ച പോരെ ബ്രദറെ. അങ്ങനെയുള്ളവരല്ലേ രക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ നമ്മളോട് ആരെങ്കിലും പറയുമ്പോൾ നമ്മുടെ ഉള്ളങ്ങളിൽ പറയാൻ പറ്റുന്ന സാഹചര്യമാണ് തിരിച്ചു പറയണം. നിങ്ങൾക്കില്ലാത്തതും ഞങ്ങൾക്കുള്ളതുമായ ഒരു യാഗമുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ആ യാഗത്തിൽ തളിക്കപ്പെട്ട രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾ സ്വർഗത്തിൽ പോകുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഞങ്ങൾ നന്മ ചെയ്ത് 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 ചെയ്തല്ല സ്വർഗത്തിൽ പോകുന്നത്. അപ്പോൾ ബ്രദറെ, നന്മയൊന്നും ചെയ്യണ്ടേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ഉദാഹരണം ഞാൻ പണ്ട് വായിച്ചിട്ടുള്ളത്, ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഒരു വലിയ പണക്കാരനായ ഒരു ഭർത്താവുമായിട്ട്, ഒരു ചെറുക്കനുമായിട്ടുള്ള വിവാഹാലോചന വന്നു. വിവാഹം ഇന്ന ഡേറ്റിൽ നടക്കുമെന്ന് നിശ്ചയിച്ചു. ഈ കുട്ടി വളരെ പാവപ്പെട്ടൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ചിന്ത, ഉള്ളങ്ങളിൽ കൂട്ടുകാരികളോടൊക്കെ സംസാരിച്ചപ്പോൾ ചിന്ത, ഇനി ഇതെങ്ങാനും മാറിപ്പോകുമോ, ഇനി ഇതെങ്ങാനും നടക്കാതെ വന്നു, തന്നെക്കുറിച്ച് എന്തെങ്കിലും അപവാദം പറഞ്ഞു കൊടുത്തിട്ട്, അല്ലെങ്കിൽ ഇനി ആ വരന് എൻ്റെ മേൽ ഇംപ്രസ്ഡ് ആവാതെ ഇനി എങ്ങാനും മാറിപ്പോയാലോ എന്ന് വിചാരിച്ച് അവരിങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ ഈ കൂട്ടുകാരി ഒരു ഉപായം പറഞ്ഞു കൊടുത്തു. എന്തായിരുന്നു ഉപായം എന്നറിയോ? എന്തായാലും കല്യാണം അടുത്ത മാസമാണല്ലോ, നിനക്ക് നിന്നെ തന്നെ ഒന്ന് ഇംപ്രസ് ചെയ്യാം. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ വരൻ്റെ വീട്ടിൽ പോകണം, അവന് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം, അവൻ്റെ വസ്ത്രമൊക്കെ കഴുകി കൊടുക്കണം, അവന് വേണ്ട കാര്യങ്ങളൊക്കെ ശുശ്രൂഷയൊക്കെ ചെയ്തു കൊടുക്കണം. എൻ്റെ പ്രിയരെ, ഈ കല്യാണം മാറിപ്പോകാൻ ഈ ഒരൊറ്റ കാരണം പോരെ. ഹല്ലേലൂയ. ഇതെല്ലാം ഈ പെൺകുട്ടി ചെയ്യണം. അതാ പെൺകുട്ടിയുടെ കടമയാണ്. എപ്പോ? വിവാഹത്തിന് ശേഷം. ഹല്ലേലൂയ.
രക്ഷിക്കപ്പെട്ട നമ്മളുടെ ഉള്ളങ്ങളിൽ നിന്നുണ്ടാവുന്ന പ്രവൃത്തികൾ വേണം എൻ്റെ പ്രിയരെ. അത് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയിലായിരിക്കുന്നവനാ, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല, ഞാൻ വേറൊരു രാജ്യക്കാരനാ. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് എന്നിൽ വെളിപ്പെട്ടു വരണം. എന്നെ കാണുന്നവൻ കർത്താവിനെ കാണുന്ന നിലയിൽ ഞാൻ കർത്താവുമായിട്ട് വണ്ണസിലേക്ക് വരണം, ഏകീഭാവത്തിലേക്ക് വരണം. ഹല്ലേലൂയ. അല്ലാതെ രക്ഷിക്കപ്പെടാനായിട്ടല്ല പ്രവൃത്തിയാൽ ഒരു വ്യക്തിയും ഒരു ജഡവും രക്ഷ പ്രാപിക്കുന്നില്ല. വചനം ഇത് കൃത്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട് പ്രിയരെ. അത് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവർ കാണേണ്ടതിന് എൻ്റെ ഉള്ളിൽ, എൻ്റെ ശരീരത്തിലൂടെ പുറത്തു വരുന്ന പ്രവൃത്തികളാൽ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന വ്യക്തിയെ അവർ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, തങ്കപ്പെട്ട സ്വഭാവവും നല്ല പ്രവൃത്തികളും കൊണ്ട് ചെയ്താലൊന്നും ആരും സ്വർഗത്തിൽ പോകത്തില്ല. കാരണം അങ്ങനെയാവുമ്പോൾ ഉണ്ടല്ലോ, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷം ധരിച്ച് പാപമൊഴുകിയ സകലത്തിലും നമുക്ക് സമനായി തീർന്ന് നമ്മുടെ കർത്താവ് കാൽവരിയിൽ ഒഴുക്കിയ രക്തത്തിന് നിങ്ങൾ വില കുറച്ച് കാണിക്കുകയാണ് പ്രിയരെ. എങ്കിൽ നിങ്ങൾ വില കുറച്ച് കാണിക്കുകയാണ്. എൻ്റെ നിത്യതയ്ക്ക്, എൻ്റെ നിത്യജീവന്, എൻ്റെ സ്വർഗീയ യാത്രയ്ക്ക്, എൻ്റെ രക്ഷയ്ക്ക് മതിയായതെല്ലാം കാൽവരിയിൽ കർത്താവ് ഒഴുക്കിയ രക്തത്താൽ പൂർണ്ണമായി പ്രിയരെ. ഹല്ലേലൂയ. നമ്മുടെ ഒരു പ്രവൃത്തിയും അതിനോട് ആവശ്യമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കാൽവരി ഈസ് ഇൻസഫിഷ്യൻ്റ് എന്നാണ് നിങ്ങൾ അടിവരയിട്ട് പ്രസ്താവിക്കുന്നത്. കാൽവരിയിൽ കർത്താവ് ചെയ്ത യാഗം ഈസ് ഇൻകംപ്ലീറ്റ് എന്നാണ് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെയല്ല എൻ്റെ പ്രിയരെ. ഹല്ലേലൂയ. രണ്ടാമത് ഈ കയ്യൻ്റെ വഴി എന്ന് വെച്ചാണല്ലോ, അത് അഹന്തയുടെ വഴിയാണ്. വേ ഓഫ് പ്രൈഡ്. ഞാൻ ആരുടെയും അധികാരത്തിനും ആരുടെയും രീതിക്കൊന്നും കീഴ്വഴങ്ങത്തില്ല. അങ്ങനെയല്ലാണ്ട് കാര്യം ചെയ്ത് ദൈവം വെച്ച ആ രീതിക്ക് നോ എനിക്ക് എൻ്റെതായി എന്തുകൊണ്ടായിക്കൂടാ. ഹല്ലേലൂയ. ഐ ഹാവ് മൈ ഓൺ റൈച്ചസ്നെസ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു നീതിബോധം. ഹല്ലേലൂയ. ഞാൻ കൃഷിക്കാരനാ, എൻ്റെ വിളകൾ സ്വീകരിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല, വേണ്ടെന്നേ. ഇതാ ആറ്റിറ്റ്യൂഡ്. വേണ്ടെന്നേ. ഹല്ലേലൂയ. ചിലർ പറയാറില്ലേ, ഓ ഞങ്ങളുടെ സഭയ്ക്ക് എന്താ കുഴപ്പം ബ്രദറെ, ഞങ്ങളുടെ സഭയ്ക്ക് എന്താ കുഴപ്പം. ഞാൻ ആരുടെ സഭയെക്കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് പറയും ഞങ്ങളുടെ സഭയ്ക്ക് എന്താ കുഴപ്പം. അതൊന്നും തെളിയിക്കാമെന്ന് ചോദിച്ചാൽ ഞാനൊരു ആൻസർ നിങ്ങളോട് പറയാം. ലുക്ക് അറ്റ് ഇസ്രായേൽ. ഇസ്രായേലിന് എന്താണ് കുഴപ്പം? എന്താ ഇസ്രായേലിന് കുഴപ്പമുണ്ടായത്? റോമാലേഖനം 10-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള ഭാഗം ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പോളിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ എന്നുള്ളത് ഇസ്രായേൽ ആസ് എൻ എത്നിക് ഗ്രൂപ്പ്, ഇസ്രായേൽ എന്ന രാജ്യത്തെക്കുറിച്ചുള്ള അപ്പോസ്തലന്റെ വെളിപ്പാടുകളാണ്. ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങളാണ്. 9-ാം അധ്യായവും 10-ാം അധ്യായവും 11-ാം അധ്യായം. 9-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ വിവരിക്കുന്നത് ഇസ്രായേൽ എന്ത് പറ്റി, വൈ ദേ വർ റിജക്റ്റഡ്. 10-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നത് ഇപ്പോൾ ഇസ്രായേലിന്റെ അവസ്ഥ എന്താണെന്ന്. അറ്റ് പ്രസന്റ്, പാസ്റ്റ്, അറ്റ് പ്രസന്റ്. ഹല്ലേലൂയ. 11-ാം അധ്യായത്തിൽ ഇനി ഇസ്രായേൽ ആസ് എ കൺട്രി, ആസ് എൻ എത്നിക് ഗ്രൂപ്പ്, അവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതാണ് 11-ാം അധ്യായത്തിൽ പറയുന്നത്. 10-ാം അധ്യായത്തിൽ പറയുന്നത് ഇപ്പോൾ അവർക്ക് എന്ത് പറ്റി. എനിക്ക് തോന്നുന്നു ഇത് പറയാൻ അപ്പോസ്തലനായ പോളിനേക്കാൾ പ്രാഗൽഭ്യമുള്ള വേറെ ആരുമില്ല. പോള് ഇസ്രായേൽ യഹൂദ മതത്താൽ എരിവ് പൂണ്ട് വെറി പിടിച്ചവനെ പോലെ
ഇതല്ലാതെ വേറൊരു മാർഗമില്ല എന്നുള്ള ബോധ്യത്തിൽ അപ്പോൾ ചെയ്ത കാര്യങ്ങളെല്ലാം, അല്ലേ? അല്ലാതെ വാടകയ്ക്ക് ഒരു ചെയ്തൊന്നുമല്ല, ആരുടെയും പ്രേരണയാലോ ചെയ്യുന്നില്ല. പോളിന് വ്യക്തമായ ബോധ്യം ഉണ്ടായിരുന്നു, രക്ഷയ്ക്കായിട്ട് യഹോവയെങ്കിലേക്കുള്ള വഴി ഇസ്രായേൽ യൂത മതം അല്ലാതെ വേറൊന്നില്ല എന്നായിരുന്നു. ആ ബോധ്യത്തിലാ ദമസ്കോസ് വരെ പോളിനുണ്ടായിരുന്നത്. ഹല്ലേലൂയ, അല്ലേ? അതുകൊണ്ടല്ലേ അപ്പൊ ആ പോളാ പറയുന്നത് 10-ാം അധ്യായം അതിന്റെ 1-3 വാക്യങ്ങൾ, 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. സഹോദരൻ, പതുക്കെ വായിക്കാം. സഹോദരന്മാരെ, ആര് രക്ഷിക്കപ്പെടണം? ഇസ്രായേൽ രക്ഷിക്കപ്പെടണം, യഹൂദൻ രക്ഷിക്കപ്പെടണം എന്ന് തന്നെയാവുന്നു എൻ്റെ ഹൃദയവാഞ്ചയും അവർക്ക് വേണ്ടി ദൈവത്തോടുള്ള എൻ്റെ പ്രാർത്ഥനയും അതാകുന്നു. എന്നിട്ട് അവരെ കുറിച്ച് പറയുക, അപ്പസ്തലൻ സാക്ഷ്യം, അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തോടുള്ള എരിവുള്ളവരായിരുന്നു. ഭയങ്കര എരിവുള്ളവരായിരുന്നു. ഇങ്ങനെ എരിവുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പോളും. എന്തൊരു തുടർന്ന് പക്ഷേ മനസ്സിലായ? എവിടെ അവർക്ക് പറ്റി ഫോൾട്ട്? ദൈവം വെച്ച വഴി, ദൈവം തുറന്ന നീതിയുടെ വഴി, ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ ഇതാണ് ഇസ്രായേലിന് പറ്റിയത്. ദൈവത്തിന്റെ നീതിക്ക് വഴങ്ങാതെ, ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ നീതിക്ക് അവർ കീഴ്പ്പെട്ടില്ല. ഹല്ലേലൂയ. ഇതാ കായീന്റെ വഴി, ഇതാ കായീന്റെ വഴി. ദൈവം വെച്ച വഴിക്ക് വരാതെ സ്വന്തം വഴിക്ക് നീങ്ങി. ഹല്ലേലൂയ. ദൈവം വെച്ച വഴി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ താൻ ഒരു ശ്രമം നടത്തുക. ഇസ്രായേലിനും അതാ പറ്റിയത്. ദൈവം വെച്ച നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിക്കുവാൻ, ദൈവത്തിൻ്റെ നീതിക്ക് അവർ വഴങ്ങിയുമില്ല. ഹല്ലേലൂയ. എന്നെ അംഗീകരിക്കാത്ത ദൈവത്തെ എനിക്ക് വേണ്ടെന്നേ. ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നവരെ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ അംഗീകരിക്കാത്ത ദൈവത്തെ എനിക്ക് വേണ്ടെന്നേ. പോണേ പോട്ടെന്നേ, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാർ. പോണേ പോട്ടെന്നേ. എൻ്റെ പ്രിയരെ, വചനം, മാറ്റമില്ലാത്ത വചനം പഠിപ്പിക്കുക. വിശ്വാസത്താലാ നീതീകരണം, വിശ്വാസത്താലാ നീതീകരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, കായന്റെ വഴി മതത്തിൻ്റെയും അഹന്തയുടെയും വഴിയാ. അവൻ എൻ്റെ വഴിക്കല്ല, അവൻ്റെ സ്വന്തം വഴിക്ക് പോയവനാ. അപ്പോസ്തലനായ പോള് സ്വന്തം കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3:9 പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം സ്വന്തം ജീവിതത്തെക്കുറിച്ച് അപ്പോസ്തലനായ പോള് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വെച്ച നീതിക്ക്, എൻ്റെ സ്വന്തം നീതിക്കല്ല, ദൈവം തുറന്ന് വച്ചിരിക്കുന്നു, വരച്ച ആ വഴിയിലൂടെ നീങ്ങേണ്ടതിനാ. അപ്പോസ്തലൻ പറയാം, എൻ്റെ ആഗ്രഹം അതാ. ഹല്ലേലൂയ. അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കും. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കരുതേ. അവനവൻ്റെ വിശ്വാസമല്ല, ചിലവരല്ലേ അവനവൻ്റെ വിശ്വാസം അവനെ രക്ഷിക്കും. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഇങ്ങനെ ഉടായിപ്പ് ന്യായങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. അത് ഉറപ്പായിട്ട് അങ്ങനെയൊന്നും അല്ലെന്ന് തന്നെ പറയണം. അങ്ങനെയൊന്നുമല്ല. ഒരേ ഒരു വഴിയേ ഉള്ളൂ. എൻ്റെ പ്രിയരെ, ഞാൻ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നീ ഉദാഹരണം എടുത്ത് കാണിക്കാൻ പറഞ്ഞത്, പഴയ നിയമത്തിൽ 1-ാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ 3-4 അധ്യായങ്ങളിൽ കാണുന്ന വ്യക്തിയിൽ കൂടെ ദൈവം പറയുക, ദേ ഞാൻ തുറന്ന വഴി ഇത് രക്തം ചൊരിഞ്ഞുള്ള വഴിയാണ്.
തൻ്റെ പുത്രൻ തൻ്റെ ഹൃദയത്തിൽ മറഞ്ഞിരുന്ന സഭയെന്ന മർമ്മത്തിൻ്റെ രഹസ്യത്തിൻ്റെ നിഴല ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ കണ്ടത്. ദൈവം മൃഗത്തെ കൊന്ന് അതിൻ്റെ തോല് എടുത്ത് ഇവരുടെ നഗ്നത മറയ്ക്കുമ്പോൾ താൻ മനസ്സിൽ മറഞ്ഞിരുന്ന സത്യം എന്താ? വീണ്ടും പിന്നീട് എൻ്റെ പുത്രൻ ഈ സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി നിർദോഷവും നിഷ്കളങ്കവുമായ രക്തം കാൽവരിയിൽ ചൊരിഞ്ഞ് നമ്മുടെ നഗ്നത മറയ്ക്കുന്ന ഒരു സമയമുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. അതാ ദൈവം വെച്ചിരിക്കുന്ന വഴി, വേറൊരു വഴിയിൽ. അത് വിശ്വാസത്തോടെ ഏറ്റെടുത്തോണം. അത് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കർത്താവിൻ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിലാകാത്തവരാരും മണവാട്ടി സഭ എടുക്കുമ്പോൾ എടുക്കപ്പെടില്ല പ്രിയരെ. ഇത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പ്രസ്താവിക്കുക. ഈ കായീൻ എന്താ പറ്റിയെന്നറിയോ? കായീൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. ദൈവം എത്ര കരുണയുള്ള തന്നെ. ദൈവം കായീൻ എൻ്റെ അപ്പ ഞാൻ തെറ്റിപ്പോയി, ദൈവം ക്ഷമിക്കത്തില്ലായിരുന്നു? തീർച്ചയായിട്ടും ക്ഷമിച്ചനായിരുന്നു. അദ്ദേഹം പറഞ്ഞത് അവൻ അഹന്തയുള്ളവനായിരുന്നു, കീഴ്വഴങ്ങാത്തവനായിരുന്നു. എനിക്ക് തെറ്റിപ്പോയപ്പാ. ഹല്ലേലൂയ. ദൈവം എന്തിട്ടും കരുണയുള്ള ദൈവം. അവനെ ആരും കൊല്ലാതിരിക്കേണ്ട അവൻ്റെ നെറ്റിയിൽ ഒരു ചിഹ്നവും വെച്ചാണ് വിടുന്നത്. എന്നിട്ട് നിങ്ങൾ സമയം പോയിട്ട് നിർത്തുക. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം ഒന്ന് വായിച്ചോ. അതിൻ്റെ 16 വായിച്ചേക്കാം. 16-ാം അധ്യായം വായിച്ചാലോ കായീൻ എന്ത് പറ്റിയെന്ന്, കായീൻ എന്ത് ചെയ്തു എന്ന് നമുക്കറിയാം ഭാവിയിൽ. ഹല്ലേലൂയ. 4-ാം അധ്യായം 16-ാമത്തെ വാക്യം മൂലം വായിച്ചു. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു ഏദെന് കിഴക്കൻ നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കയീൻ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു, ഗർഭം ധരിച്ച ഹാനോക്കിനെ പ്രസവിച്ചു. അവനൊരു പട്ടണം പണിതു. അവന് ഒരു പട്ടണം പണിതു. തുടർന്ന് ഹാനോക്ക് എന്ന് തന്റെ മകന്റെ പേരിട്ടു. ഹാനോക്കിന് ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയേലിനെ ജനിപ്പിച്ചു. മെഹൂയേൽ മെഥുശയേലിനെ ജനിപ്പിച്ചു. മെഥുശയേൽ ലാമേക്കിനെ ജനിപ്പിച്ചു. ലാമേക്ക് ഇത്രയും നേരം പറഞ്ഞത് നമുക്ക് മനസ്സിലാകുന്നില്ല, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനിയുള്ള ഭാഗ്യം ശ്രദ്ധിച്ചോളൂ. ലാമേക്ക് 2 ഭാര്യമാരെ എടുത്തു. ആദാ എന്നും മറ്റവൾക്ക് സില്ല എന്നും പേര്. ആദാ യാബാലിനെ പ്രസവിച്ചു. യാബാൽ ആരായിരുന്നു? സംസ്കാരം, സിവിലൈസേഷൻ ആരംഭിക്കുക. പട്ടണം പണിതു. ഇതിനു മുമ്പൊന്നും കൂടാരത്തിലല്ല താമസിച്ചിരുന്നത്. പട്ടണം പണിതു, കൂടാരത്തിൽ താമസിച്ചു. അടുത്തത് മാത്രം ഡൊമസ്റ്റിക്കേഷൻ, ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ സ്റ്റാർട്ടഡ്. സംസ്കാരം തുടങ്ങുക, സിവിലൈസേഷൻ. അടുത്തത് ലെഷർ ആക്ടിവിറ്റീസ് സംസ്കാരത്തിന്റെ ഭാഗമാ. സംഗീതം, വാദ്യോപകരണങ്ങൾ, അത് തുടക്കമായി. അടുത്തത് മെറ്റൽ ഏജ് വന്നു. പട്ടണം പണിതു, സംസ്കാരം തുടങ്ങി, കൂടാരം പണിതു, ഡൊമസ്റ്റിക്കേഷൻ വന്നു, സംഗീതങ്ങൾ വന്നു, മെറ്റൽ ഏജ് വന്നു, ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഇത് വന്നു. ഹല്ലേലൂയ. മതി. സംസ്കാരം, ഒരു സംസ്കാരത്തിന് സ്റ്റാർട്ട് ചെയ്യുക, സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക. എൻ്റെ പ്രിയരെ, മതങ്ങളും ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ദൈവ ആത്മീയതയ്ക്ക് ഒരു ഭാഗത്തിരിക്കും. ഞങ്ങൾ സമൂഹത്തിന് ഉന്നമനത്തിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെയല്ലേ മതങ്ങൾ? സമൂഹത്തിന് ഉന്നമനത്തിനായിട്ടുള്ള കാര്യങ്ങൾ. കയീൻ്റെ വഴി. ഹല്ലേലൂയ. സമൂഹത്തിന് പ്രയോജനം വരുന്ന എന്തെങ്കിലും ചെയ്യാന്നേ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ, നമ്മൾ ഇന്ന് രാത്രിയിൽ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ, ഈ കൂട്ടായ്മയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ചിന്തിച്ചോണം, കർത്താവേ, ഞാൻ ഏത് വഴിക്കാണ്? എനിക്ക് ഞാൻ അപ്പസ്തോല പ്രവൃത്തികളിൽ വായിച്ച ആ സിമ്പിൾ ഫെയ്ത്ത് എന്നിലുണ്ടോ? ആ സിമ്പിൾ ഫെയ്ത്ത്, അവൻ നേരുള്ളവനല്ലായകമുണ്ട്. ആ സിമ്പിൾ ഫെയ്ത്ത് എനിക്ക് വേണം കർത്താവേ. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി ഞാൻ തകർക്കപ്പെടേണ്ടതിന് പകരം സാക്ഷാൽ ദൈവമായിരുന്ന നമ്മുടെ കർത്താവ് കാൽവരിയിൽ തകർക്കപ്പെട്ടു. അവിടുന്ന് തുറന്ന വഴി ഞാൻ വിശ്വാസത്തോടെ, അവിടുന്ന് കൃപയാൽ എനിക്ക് ചെയ്തതിനെ ഞാൻ വിശ്വാസത്താൽ ഏറ്റെടുത്ത് ആ
രക്ഷയിലേക്ക് കടക്കുകയാണ്. ആ രക്ഷ എന്ന പെട്ടകത്തിനകത്തേക്ക് കടക്കുകയാണ്. എൻ്റെ പ്രിയരെ, നമ്മുടെ സ്വയപ്രയത്നവും നമ്മുടെ സ്വയപ്രവൃത്തിയും നമ്മുടെ എന്തെങ്കിലും കൊണ്ടുവന്ന് അതിനകത്തേക്ക് കടക്കാമെന്ന് വിചാരിച്ചാൽ God will simply reject us. നമ്മെയും നമ്മുടെ പ്രവൃത്തികളെയും ദൈവം റിജക്റ്റ് ചെയ്തു കളയും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ആ സിമ്പിൾ ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായിട്ട്, ഈ രക്ഷ വിശ്വാസത്താൽ മാത്രമാ, ഒരു പ്രവൃത്തിയും അതിൻ്റെ മുൻപിൽ നിൽക്കത്തില്ല. ഈ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളങ്ങളിൽ ഉണ്ടാവട്ടെ. നമുക്ക് വേണ്ടി കാൽവരി തകർത്ത് നമുക്കായി തുറന്ന രക്ഷയ്ക്കായിട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.